വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ തിരുനാളിനെ പറ്റി നമ്മൾ പറയുമ്പോൾ പ്രദക്ഷിണത്തിനെ പറ്റിയാണ് നമുക്ക് ആദ്യം മനസ്സിൽ വരിക. ആ പ്രദക്ഷിണം ആദ്യകാലം മുതൽ ഏതാണ്ട് 1963 മുതൽ എനിക്ക് നല്ല ഓർമ്മയാണ്. അതിനു മുമ്പേ കുട്ടിയായിരുന്ന സമയം മുതൽ ചില ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. അത് ഒന്നാമത് ഇത്രയും കൂടുതൽ ഇലക്ട്രിസിറ്റിയോ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് വഴിവിളക്കുകൾക്ക് പകരം മടലിക്കീറി അതിൽ തീ കത്തിച്ച് വെട്ടം കൊടുത്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഇലക്ട്രിക് പോസ്റ്റുകളും ഒക്കെ വന്നതും. ഇത് ചുമന്നുകൊണ്ടാണ്, പുണ്യാളന്മാരെ കയ്യിലെടുത്തുകൊണ്ടാണ് ആളുകൾ വന്നിരുന്നത്. അവർക്ക് യാതൊരു വിശ്രമമോ ഒന്നുമില്ലാതെ വണ്ടിയൊന്നുമില്ലായിരുന്നു. ഈ ആളുകൾ വിശ്രമിക്കാൻ വേണ്ടി നമ്മളുടെ ഇടവകയിൽ 3 ഭാഗങ്ങളിൽ ഈ രൂപം ഇറക്കി വയ്ക്കുകയും അവർ വിശ്രമിക്കുകയും ചെയ്യും. അത്രയും ആ ഇടയ്ക്കുള്ള സമയത്ത് സ്ത്രീകളും കുട്ടികളും ജപമാല പ്രാർത്ഥനകളുമായി ഏതാണ്ട് അരമണിക്കൂറോളം ചിലവഴിക്കും. അതിനുശേഷമാണ് വീണ്ടും പ്രദക്ഷിണം പോകുന്നത്. അത് തുടർന്ന് പോയി പാലം കയറി, നീണ്ടകര പാലം അന്ന് തടിപ്പാലമാണ്. എനിക്ക് തോന്നുന്നത് അതിൽ മടക്ക് പാലം എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അവിടം വരെ പോകുമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം തിരിച്ചു വന്ന് പഴയ റോഡ് വഴി ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോവുകയും അവിടം ചുറ്റി തിരിച്ച് ഹൈവേയിലേക്ക് വരുന്ന സമയത്ത് അധികം ഹിന്ദു മതക്കാരായ ആളുകൾ അവിടെ നിൽക്കുകയും അവർ വിളക്ക് കത്തിച്ച് കൈകൂപ്പി തൊഴുത് ഭക്തിപരവശരായി നിൽക്കുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒന്ന്. എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്കത് ഭയങ്കരമായ ടച്ചിങ് ആയിട്ടുള്ള ഒരു സീനായിട്ടാണ് തോന്നിയത്. ഞാനും ഒരു പ്രസിദ്ധേന്ത്യമ്മയാണ്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അന്നത്തെ എല്ലാം ഉൾക്കൊള്ളാൻ ഒരു മനസ്സ് വന്നതും എല്ലാം അതിൻ്റെ പ്രാധാന്യം മനസ്സിലായതും വളരെ വൈകിയാണ്. 27ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യം പെരുന്നാൾ ചെയ്തത്. അപ്പോൾ അവിടെ മുതൽ ഇത്രയും പ്രാധാന്യം പിരിസേന്തിക്കോ പിരിസേന്തി അമ്മയ്ക്കോ ഒന്നും അന്ന് ഞാൻ കണ്ടില്ല. ഇപ്പോൾ എല്ലാം വളരെ ആർഭാടപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്നു, ഇതെല്ലാം നടക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ പപ്പായും അമ്മയും ഈ ഇടവകയിൽ 2 പെരുന്നാളും നീണ്ടകര ഇടവകയിൽ 2 പെരുന്നാളും അങ്ങനെ 4 പെരുന്നാൾ ചെയ്ത വ്യക്തികളാണ്. അതേ ഭാഗ്യം ഞങ്ങൾക്കും കിട്ടി. ഞങ്ങളും 2 പെരുന്നാൾ ചെയ്തു. അപ്പോൾ ആ പിരിസേന്തി ആകട്ടെ പിരിസേന്തി അമ്മയാകട്ടെ അതിൻ്റേതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ ഭർത്താവും ഒരു നാടകകൃത്തും നാടക കലാകാരനുമായിരുന്നു. പള്ളിയിലെ മിക്കവാറും ഉള്ള പരിപാടികളിലൊക്കെ ഇവർ നാടകം അഭിനയിച്ചിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ വ്യവസായത്തിൻ്റെ ആണിക്കല്ലായ ഹാർബറിനകത്തുകൂടിയായിരുന്നു ആദ്യകാലങ്ങളിൽ പ്രദക്ഷിണം പൊയ്ക്കൊണ്ടിരുന്നത്. ആ ഒരു ചൈതന്യം ഇന്നും അവിടെ നിലനിൽക്കുന്നു. വളരെ ആഘോഷപൂർവമാണ് പുണ്യാളനെ ഹാർബറിനകത്തൂടെ അതിൻ്റെ അടുത്തൂടെ സ്വീകരിക്കുന്നത്. വെടിക്കെട്ടും പൂത്തിരികളും ലൈറ്റുകളും എല്ലാം നിർലോഭം ഉപയോഗിച്ചിട്ടാണ് പുണ്യാളനെ അവിടെ സ്വീകരിക്കുന്നത്. ഈ പുണ്യാളൻ്റെ പെരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹ ആശംസകളും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.